നമസ്കാരം. ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ബോബി ചെമ്മണ്ണൂരിൻ്റെ പിറകെയാണ്. ബോച്ചയെ വയനാട് മേപ്പാടിയിലുള്ള 1000 ഏക്കർ റിസോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ മാധ്യമങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര തന്നെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. സ്വാഭാവികമായും ആ വാർത്ത ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും മറുനാടനാണ്. എന്തുകൊണ്ട് മറുനാടൻ ഷാജൻ ഇന്നലെ നിശബ്ദത പാലിച്ചു എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, മിനിഞ്ഞാന്ന് രാത്രി പൊടുന്നനെ എനിക്ക് അതിഭയങ്കരമായ പനി പിടിപെട്ടു. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പോലെ തളർന്ന് തരിപ്പണമായി പോകുന്ന പനി. എണീറ്റ് നിൽക്കാൻ കഴിയാതെ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി വരെ ഞാൻ കിടന്നു. ഇന്നലെ രാവിലെ ചില മരുന്നൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് 3:30 എണീക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും പനി മാറിയിട്ടില്ല. ഇന്നലെ രാത്രിയിലും കടുത്ത പനിയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഓഫീസിലേക്ക് എത്തി. ഈ വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതികരിച്ചു പോകാം എന്ന് കരുതി എത്തിയതാണ്. അത്രമാത്രം ആരോഗ്യ പ്രശ്നം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാതിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ അഭിപ്രായം കാത്തിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് ആവർത്തിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് രാവിലെ എത്തിയത്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട 3 വാർത്തകൾ ഞാനിന്ന് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ട്. ബോച്ചെ എന്ന് സ്വയം വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും പോലീസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. പല സാഹചര്യങ്ങളിലും പരാതികളിന്മേൽ FIR ഇട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജുവലറിയിൽ പോയി ഒരു ഇടപാടുകാരൻ ആത്മഹത്യ ചെയ്തതടക്കം, പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കിടപ്പാടം പോലും ഇല്ലാതാക്കിയതടക്കം അനേകം ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയാണ് ബോബി ചെമ്മണ്ണൂർ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാണ് ബോബി ചെമ്മണ്ണൂർ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. ആ ബോബി ചെമ്മണ്ണൂർ പണ്ടേ അറസ്റ്റിലാവേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ തട്ടിപ്പ് തുടരാൻ അനുവദിക്കാതിരിക്കേണ്ടതാണ്. പക്ഷേ അന്നൊന്നും പോലീസ് ചെയ്തിട്ടില്ല. ഒടുവിലൊരു ഹണി റോസ് വേണ്ടി വന്നു ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതിപ്പെടുന്നത്. ആദ്യം ബോബി ചെമ്മണ്ണൂരിനെ സൂചിപ്പിച്ചുകൊണ്ട് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പക്ഷേ ബോബിയുടെ പേര് പറഞ്ഞിരുന്നില്ല. തൊട്ടു പിന്നാലെ അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ അവരെ അശ്ലീല തെറി വിളിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് അതിലും ഉൾപ്പെടുത്തിയിരുന്നില്ല. ചൊവ്വാഴ്ച രാവിലെ സെൻട്രൽ ACP ജയകുമാറിനെ ടെലിഫോണിൽ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയില്ല, അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കാത്തത് എന്ന്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്തു. സിനിമാ മേഖലയിലുള്ള ചിലരെ വിളിച്ച് ഹണി റോസിനോട് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ചൊവ്വാഴ്ച രാത്രിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി കൊടുത്തു. ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് വിട്ടു. അപ്പോൾ തന്നെ പോലീസ് ഉണർന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് പോലീസ് അതിവേഗം പ്രവർത്തിച്ചത്. ഒന്ന്, ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ഹണി റോസ് ഇട്ട പോസ്റ്റിനടിയിൽ അശ്ലീല കമൻ്റ് ഇട്ടവരെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ മാത്രം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. 2, നടൻ സിദ്ദിഖിൻ്റെ കേസിൽ വീഴ്ച പറ്റിയെന്ന് പോലീസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. നടൻ സിദ്ദിഖിൻ്റെ മേൽ കേസ് ചുമത്തിയിട്ടും സുപ്രീം കോടതി വരെ പോയി മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടുന്നത് വരെ സിദ്ദിഖിന് അവസരം കൊടുത്തുവെന്ന വിമർശനമുണ്ടായിരുന്നു. അത്തരമൊരു പാളിച്ച ഉണ്ടാവാതിരിക്കാൻ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചൊവ്വാഴ്ച വൈകുന്നേരം ഹണി റോസിൻ്റെ പരാതി കിട്ടിയ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ ബോബിയെ പിന്തുടരാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രാഹിം മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും നടപടികളുമായി മുമ്പോട്ട് പോകാൻ നിർദ്ദേശിക്കുകയുമാണ്. കോയമ്പത്തൂർ ഷോറൂമിൻ്റെ ഇന്നലത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ പോകുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ബോബിയുടെ ഫോൺ അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായും തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകും എന്നാണ് കരുതേണ്ടത്. എന്നാൽ ബോബി നേരെ പോയത് വയനാട്ടിലെ മേപ്പാടിയിലുള്ള 1000 ഏക്കർ റിസോർട്ടിലേക്കാണ്. അവിടെ നിന്നും രാവിലെ ബാംഗ്ലൂർക്ക് പോകാനായിരുന്നു പദ്ധതി. പോലീസ് കോയമ്പത്തൂർ എന്ന് കരുതുമ്പോൾ ബാംഗ്ലൂരിൽ ചെന്ന് സുരക്ഷിതമായി ഒളിതാവളത്തിൽ താമസിക്കാനാണ് പദ്ധതിയിട്ടത്. എന്നാൽ ബോബിയുടെ വിശ്വസ്തരിൽ നിന്ന് തന്നെ വിവരം പോലീസിന് ചോർന്നു കിട്ടി. അങ്ങനെ പോലീസ് ബോബിയെ തേടി ബോച്ചെ 1000 ഏക്കറിന് പരിസരത്ത് താവളമടിച്ചു. ഇന്നലെ വെളുപ്പിന് ഏതാണ്ട് 8:30 മണിയോടുകൂടി ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് വേണ്ടി തൻ്റെ കാറിൽ പുറത്തിറങ്ങിയ ബോച്ചയെ വഴിയിൽ വെച്ച് തടഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ കയറ്റി വയനാട്ടിൽ തന്നെയുള്ള ഒരു പോലീസ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസ് വാഹനത്തിൽ കയറ്റി നേരെ കൊച്ചിക്ക് കൊണ്ടുവരികയാണ്. ആ പോലീസ് വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് വളരെ ആഹ്ലാദം നൽകിയൊരു വാർത്തയാണത്. ഈ കേസ് ഒരുപാട് ദൂരമൊന്നും പോയെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യം കിട്ടിയെന്നും വരാം. ജാമ്യം കിട്ടുന്നില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം താൻ പുരാണത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത്. അതെങ്ങനെ ലൈംഗിക അധിക്ഷേപമാകുമെന്ന ചോദ്യമാണ് ബോച്ചയ്ക്ക് വേണ്ടി രാമൻപിള്ള ഉയർത്തുന്നത്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഏതാണ്ട് 6-7 മണിക്കൂർ ഇന്നലെ ഒരു ചെറിയ പോലീസ് വണ്ടിയിൽ, ഒരു ബൊലോറോ ജീപ്പിൽ ഇരുന്ന് വന്ന വാർത്ത. അതും 2 വശത്തും പോലീസുകാരുണ്ട്. 3-4 പേരാണ് പോലീസ് വാഹനത്തിലിരുന്ന്. അത്രയും പേർക്കിടയിൽ
ബോബി ചെമ്മണ്ണൂർ ഇരുന്നു വന്ന കാഴ്ച ഏത് സമ്പന്നനും മുമ്പിൽ നിയമം വടിയെടുക്കുമ്പോൾ അവർ സാധാരണക്കാരാകുന്നു എന്നതിന് തെളിവാണ്. ബോബി ചെമ്മണ്ണൂർ അത്യാഡംബര വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു മുതലാളിയാണ്. ആ മുതലാളിയാണ് ഇന്നലെ ഒരു സാധാരണ പോലീസ് വാഹനത്തിൽ 2 പോലീസുകാർക്കൊപ്പം ഇരുന്നു വന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എറണാകുളത്തേക്ക് പോലീസ് വന്നത് ഞാൻ ഓർത്തുപോയി. അന്ന് എന്നെ കൂട്ടാൻ വന്നിരുന്ന ഒരു സൈലോയായിരുന്നു. എന്നാൽ ഇതൊരു ബൊലോറയാണ്. ഈ ബൊലോറയിൽ ഇടുങ്ങിയ ഇടത്തിൽ ഇരുന്നു കൊണ്ടാണ് പോലീസ് വാഹനത്തിൽ യാത്ര ചെയ്ത് കൊച്ചി വരെ എത്തിയത്. സ്വാഭാവികമായും ആളുകൾ കരുതിയത് ഇന്നലെ രാത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ട് ഹാജരാക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ വെറും ബെഞ്ചിൽ കുത്തിയിരിക്കേണ്ടി വന്നു ബോബി ചെമ്മണ്ണൂറിനെ. ആലോചിച്ച് നോക്കുക, അതിസമ്പന്നൻ ശതകോടീശ്വരൻ ഒരു മനുഷ്യനാണ്. അത്യാഡംബര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന, അത്യാഡംബര വസതിയിൽ അന്തി ഉറങ്ങുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ രാത്രി മുഴുവൻ കുത്തിയിരിക്കുകയായിരുന്നു. മെഡിക്കൽ പരിശോധനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വന്ന് വേണമെങ്കിൽ അന്ന് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമായിരുന്നു. ഇനി അഥവാ മജിസ്ട്രേറ്റ് വീട്ടിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇരുത്തിയതാണോ എന്നറിയില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസിന് മെറിറ്റ് നോക്കാറില്ല, മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാറില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അറിയില്ല. എന്തായാലും ഇന്നലെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കേണ്ടി വന്നു. കൊതുക് കടിയേറ്റ് സ്വാഭാവികമാണ്. എറണാകുളം പോലൊരു സ്ഥലത്തെ എപ്പോഴും വാതിലുകൾ തുറക്കുന്ന പോലീസ് സ്റ്റേഷനിൽ, AC ഒന്നുമില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ സ്വാഭാവികമായും കൊതുകുണ്ടാവും. എറണാകുളം പോലീസ് സ്റ്റേഷനിൽ കുറച്ചു നേരം പോയി ഇരുന്നാൽ മതി, കൊതുകുണ്ടാവും. കൊതുക് കടിയേറ്റാണ് ഇന്നലെ രാത്രി അതിസമ്പന്നനായ മനുഷ്യൻ ഇരുന്നത്. ഒരുപക്ഷെ പോലീസ് സഹായിച്ചതാവാം. രാത്രിയിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റ് മെറിറ്റ് ഒന്നും നോക്കില്ല, അപ്പോൾ തന്നെ റിമാൻഡ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാവാം, അറിയില്ല. എന്തായാലും ഇന്നലെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷൻ അദ്ദേഹം കുത്തിയിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടിയെന്ന് വരാം. കിട്ടിയെങ്കിലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം കൊലപാതകവും ബലാത്സംഗവും ഒന്നും അല്ലല്ലോ, ഒരു വാക്കുകൊണ്ടുണ്ടായ പ്രശ്നമാണല്ലോ. ബോബി ചെമ്മണ്ണൂർ വാസ്തവത്തിൽ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റിലായി ജയിലിലാവേണ്ട ആളാണ്. അനേകം തട്ടിപ്പ് കേസുകൾ പ്രതിയാണ്. നിരവധി മനുഷ്യരെ വഞ്ചിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ബോബിയുടെ സാമ്രാജ്യം തകർന്നു വീഴുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയും വലിയ തട്ടിപ്പുകാരനാണ്. ഈ തട്ടിപ്പിൻ്റെ വിഹിതം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കൈപ്പറ്റുന്നത് കൊണ്ട് അദ്ദേഹം സുരക്ഷിതനായി കഴിയുന്നു. പക്ഷേ ഇങ്ങനെയൊരു കേസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് സംഭവിച്ചു. ഹണി റോസ് എന്ന നടി ശക്തമായ നിലപാടെടുത്തു. അയാൾ അറസ്റ്റിലായി. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഒരു തമാശ പറഞ്ഞതിന് പേരിൽ ജയിലിലടയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ഇത് ജയിലിലടയ്ക്കാൻ മാത്രം വലിയ ഗൗരവമുള്ള കുറ്റകൃത്യമല്ല. കേവലം ഹണി റോസിനെ അധിക്ഷേപിച്ചത് മാത്രമല്ല, ധാരാളം സ്ത്രീകളെ അയാൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായവരെയും പ്രായം കുറഞ്ഞവരെയും കുട്ടികളെയും വൃദ്ധരെയും ഒക്കെ അയാൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. വൃത്തികെട്ട കമൻറ്റുകൾ അയാളുടെ രീതിയാണ്, അത് അയാളുടെ സ്വഭാവമാണ്. അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണോ, അതോ അയാളെ തിരുത്തിയാൽ മതിയോ, നന്നാക്കിയാൽ മതിയോ എന്നത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ആവശ്യമായിരുന്നു. കാരണം അയാൾ അടിമുടി തട്ടിപ്പുകാരനാണ്. അയാളുടെ തട്ടിപ്പിനിരയായി നിരവധി സാധാരണ മനുഷ്യരുണ്ട്. അവർക്കാർക്കും ശബ്ദമുണ്ടായിരുന്നില്ല. കാരണം അവർ ശബ്ദമുയർത്തിയാൽ പത്രങ്ങളിൽ വരുമായിരുന്നില്ല, പോലീസ് കേസെടുക്കുമായിരുന്നില്ല. ഹണി വളരെ ബുദ്ധിപരമായി നീക്കം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തത്. കാരണം ഹണി ആദ്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതെ പോസ്റ്റ് ഇട്ടത് കൊണ്ട് എല്ലാ പത്രങ്ങളും വാർത്തയാക്കി. ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഹണി പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുമായിരുന്നില്ല, സോഷ്യൽ മീഡിയയിൽ മാത്രം വാർത്തയാകുമായിരുന്നില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിനെ പിണക്കാൻ അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ പിന്നീട് രണ്ടാം ഘട്ടമായി ഹണി ചെയ്തത് കമൻറ്റ് മോശമായിട്ടവർക്കെതിരെ കേസ് കൊടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയുമായിരുന്നു. ഈ 2 ഘട്ടം പൂർത്തിയായതോടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കുകയും ആ പരാതിയിൽ നടപടിയെടുക്കാതിരിക്കാൻ പോലീസിന് നിവൃത്തിയില്ലാതാവുകയും ചെയ്തു. മാത്രമല്ല ഹണിയുടെ പോസ്റ്റിനെ കുറിച്ച് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതിരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. ഓർക്കണം, റിപ്പോർട്ടർ ചാനൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് വാർത്ത കൊടുത്തപ്പോൾ സ്പോൺസർ ചെയ്തിരുന്നത് ബോച്ചയുടെ പരസ്യമായിരുന്നു. ഓർക്കണം, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഹണി റോസ് സൃഷ്ടിച്ചു കൊടുത്തതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത്. ഇത് നീതിയുടെ വിജയമാണ്. ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടിയാലും ഇതൊരു വലിയ ചരിത്രപരമായ വഴിത്തിരിവ് തന്നെയാണ്. ഇത്രയും സമ്പന്നനായ, ഇത്രയും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം മുഴുവൻ പോലീസ് കസ്റ്റഡിയിലിരുന്നു എന്നതും മാധ്യമങ്ങൾക്കൊക്കെ അത് വാർത്തയാക്കേണ്ടി വന്നു എന്നതും ചെറിയ കാര്യമല്ല. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ പോലൊരു സാമൂഹ്യ വിപത്തിനെ ഇനിയെങ്കിലും ഈ നാട് തിരിച്ചറിയുമെന്നും അയാളുടെ തട്ടിപ്പിൽ നിന്നും സാധാരണ മനുഷ്യർ രക്ഷിക്കപ്പെടുമെന്നും കരുതാം.